കെ.പി. മോഹനൻ എം.എൽ.എയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധക്കാരെ തള്ളി സി.പി.ഐ.എം. ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിക്കേണ്ടത് പാനൂർ നഗരസഭയ്ക്ക് എതിരെയാണ് എന്ന് സി.പി.ഐ.എം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. ഹരീന്ദ്രൻ പറഞ്ഞു. എന്നാൽ എം.എൽ.എ ആണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് സമരസമിതിയും പറയുന്നത്. കയ്യേറ്റം ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് തന്നെ വളരെയേറെ അപമാനകരമായ ഒരു സംഭവമാണ് നമ്മുടെ കരിയാട് ഉണ്ടായിട്ടുള്ളത്. ഒരു എം.എൽ.എ ജനപ്രതിനിധിയെ വഴിയിൽ തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്യാൻ മാത്രമുള്ള എന്ത് സംഭവമാണ് ഈ കരിയാട് ഉണ്ടായിട്ടുള്ളത്? എന്ത് തോന്നിയവാസവും ഈ നാട്ടിൽ നടത്താം എന്ന് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കരിയാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തണലിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ പ്രദേശത്തെ ആളുകൾ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ കിണറിലെ കുടിവെള്ളം മലിനമാകുന്നത് ഡയാലിസിസ് സെന്ററിലെ അവിടെയുള്ള ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ശുചീകരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളിലുമെല്ലാമുള്ള അപാകത കൊണ്ടാണ് എന്നാണ് അവരുടെ ആക്ഷേപം. എന്നാൽ ഈ ആക്ഷേപം മാസങ്ങളായി ഉയർത്തപ്പെട്ടതാണെങ്കിലും ആ ആക്ഷേപത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പരിശോധനകൾ നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടുന്നത് പാനൂർ നഗരസഭ ഭരണ നേതൃത്വമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഈ വിഷയത്തെ മുൻനിർത്തി പാനൂർ നഗരസഭ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. എം.എൽ.എയെ കയ്യേറ്റം ചെയ്ത സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നാണ് സി.പി.ഐ.എം. നിലപാട്. എന്നാൽ ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് എം.എൽ.എ ആണെന്ന് ഡയാലിസിസ് സെന്ററിനെതിരെ സമരം ചെയ്യുന്ന നാട്ടുകാർ ആവർത്തിക്കുന്നു. നിങ്ങളെ പിന്നെ കണ്ടോളാം എന്നു പറഞ്ഞ് സ്ത്രീകളെ ഉൾപ്പെടെ തള്ളിയത് എം.എൽ.എ ആണെന്നാണ് ആരോപണം. 2020 മാർച്ചിലാണ് കരിയാട് അഭയ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. ആദ്യം പരാതികളില്ലാതെ നാട്ടുകാരുടെ പിന്തുണയോടെ ആയിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. എന്നാൽ പിന്നീട് ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് മണ്ണിൽ ഒഴുക്കിയെന്നാണ് ആരോപണം. ഏറെ വൈകാതെ പ്രദേശവാസികളുടെ കിണറുകളിൽ അത് കലർന്നെന്നും നാട്ടുകാർ പറയുന്നു. Yesterday's matter regarding the atrocity against our MLA, honorable MLA, was really an fake and something sort of. It's really against our motto and everything. He's really a friendly man to us always. But the thing is that he has come over just like an jellycat. What you can say, that kind of behavior from his side. We are the residents of this house, so it's very near to the dialysis center. So our well is like 10.4 meters from their tank. So what happens is it's getting contaminated, and the last report shows that the water is having high turbidity as well as high microbial contamination. So it shows E. coli and coliform bacteria contamination. So two options are there. One is that it could be from the general sewage infiltration, so which is not possible because we have adhered to all the bylaws. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച പ്രദേശത്ത് എം.എൽ.എയുടെ നേതൃത്വത്തിൽ യോഗം ചേരും.